സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് സർക്കാർ യൂണിഫോം കുടിശ്ശിക നൽകിയില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രധാന അധ്യാപകർ പറഞ്ഞു. അതേസമയം യൂണിഫോം കുടിശ്ശിക നൽകാത്തതിനാൽ വസ്ത്രവ്യാപാരികൾ പ്രധാന അധ്യാപകർക്ക് നോട്ടീസ് അയച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരാണ് സർക്കാർ യൂണിഫോം കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ദുരിതത്തിലായത്. യൂണിഫോം വാങ്ങിയതിന്റെ മുഴുവൻ രേഖകളും സർക്കാരിൽ നൽകിയിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപകർ പറഞ്ഞു. യൂണിഫോം കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിരാഹാരമിരിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. 10 മാസക്കാലമായിട്ടും ഈ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് മുമ്പിൽ നമ്മളെ പ്രധാന അധ്യാപകരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഉള്ള ഒരു നിരാഹാര സമരം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള പ്രൈവറ്റ് പ്രൈമറി അസോസിയേഷനും അതേപോലെ നമ്മുടെ അധ്യാപക എല്ലാവരുടെയും ഉള്ള കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുകയാണ്. 2013-2014 അധ്യയന വർഷം സ്കൂളിലെ APL ആൺകുട്ടികൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂണിഫോം വിതരണം ചെയ്തു. ഇതിൽ പകുതിയിൽ താഴെ തുക മാത്രമാണ് സർക്കാർ അധ്യാപകർക്ക് നൽകിയത്. ബാക്കി തുക ലഭിക്കാത്തതിനാൽ വസ്ത്രവ്യാപാരികൾക്ക് തുക നൽകാനുമായില്ല. ഇതേ തുടർന്ന് വ്യാപാരികൾ പ്രധാന അധ്യാപകർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. അതേസമയം തുക ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് യഥാസമയം രേഖകൾ കൈമാറാത്തതിനാലാണെന്ന ആരോപണവും ശക്തമാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.